ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്നായിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഐ ബിൻ സേവിങ് അപ്പ് ടു ബൈ സർട്ടൻ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ചില ബ്രാൻഡിൻ്റെ ചില പ്രോഡക്റ്റ്സ് ഒക്കെ മേടിക്കണം എന്ന് കരുതി കുറച്ച് മാസങ്ങളായിട്ട് സേവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി ഞാൻ ആ ഐറ്റംസ് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്ന് സ്റ്റാർട്ടിങ് ടുഡേ എനിക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് ആയിട്ട് വരുന്നുണ്ട്. സോ മൈ ഫസ്റ്റ് പ്രോഡക്റ്റ് ഹാസ് ബിൻ ഡെലിവേർഡ്. ഇതാണ് ആദ്യമായിട്ട് ഞാൻ ഓർഡർ ചെയ്ത കുറച്ചധികം ഐറ്റംസിൽ ഫസ്റ്റ് എനിക്ക് റിസീവ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാണ്. ആൻഡ് ദിസ് ഇസ് ഫ്രം നൈക്ക ബ്രാൻഡ്. സോ ലെറ്റ്സ് ഓപ്പൺ ഇറ്റ് ടുഗെദർ. പല ദിവസങ്ങളായിട്ടായിരിക്കും വരുന്നത്. സോ എല്ലാ വീഡിയോയും കൂടി കമ്പൈൻ ചെയ്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുമിച്ച് നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത്. ഞാൻ യൂസ് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് ലൈക്ക് ഇപ്പോൾ തീരാറായി എന്ന് മനസ്സിലാവുമ്പോൾ തന്നെ തീരുന്നതിന് മുന്നേ അത് ഓൾമോസ്റ്റ് തീരാറായി എന്ന് ഇതാവുമ്പോൾ തന്നെ ഞാൻ പുതിയതിന് ഓർഡർ ചെയ്യും. എനിക്ക് എപ്പോഴും ഇങ്ങനെ റീസ്റ്റോക്ക് ചെയ്തിരിക്കും. പിന്നെ ഞാൻ എപ്പോഴും എവറി നൗ ആൻഡ് ദെൻ മേടിക്കുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞാൽ അത് മറ്റേ ഷാമ്പൂ, കണ്ടീഷണർ, അതേപോലെ നമ്മുടെ അണ്ടർ ആം റോൾ ഓൺ. ഇന്ന് വന്നിട്ടുള്ള പ്രോഡക്റ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. കണ്ടപ്പോഴത്തേക്ക് ഒരു ചെറിയ ബോക്സ് പോലെ തോന്നി, പക്ഷേ അതെ ഇത്രയധികം ഐറ്റംസ് ഉണ്ട്. ഫ്രീബീസ് ഉണ്ട്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഫ്രീബീസ്. അപ്പോൾ അത് തന്നെ ആദ്യം നോക്കാം. സെറാവേൻ്റെ ക്ലെൻസറിൻ്റെ ഈ ഒരു സാഷേ പാക്ക് ഉണ്ട്. ഐ ഹാവ് ഹേർഡ് എ ലോട്ട് അബൌട്ട് ദിസ് ബ്രാൻഡ് കേട്ടോ. വീണു ഈ ഒരു ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസർ, ക്ലെൻസർ, പിന്നെ അതേപോലെ ഫേസ് വാഷ് ഒക്കെ അത്യാവശ്യം അടിപൊളിയാണ്. പലരും യൂസ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ഐ ഹാവ് നെവർ ട്രൈ. സോ യെസ്, ഇതിൻ്റെയും ഒരു സാമ്പിൾ തന്നിട്ടുണ്ട് അവർ. ഇനി നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റ് നോക്കാം അല്ലേ. റീകോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ കാജൽ അടിപൊളിയാണെന്ന് പല മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ലോങ് ലാസ്റ്റിംഗ് ആണ്, അടിപൊളിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ലാസ്റ്റ് അപ് ടു 12 hours ആണ്. അതേപോലെ വാട്ടർ ലൈനിന് സ്യൂട്ടബിൾ. നെക്സ്റ്റ് ഇസ് നിക്സിൻ്റെ ബാർബി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിപ് ക്രീമാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. ഒരു ബാർബി എഡിഷൻ ആണ്. ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു പിങ്ക് കളറാണ്. നൈക്കേൻ്റെ വാട്ടർ പ്രൂഫ് ആൻഡ് സ്മച്ച് പ്രൂഫ് ആണ്. ഇത് വൈറ്റ് ആണെന്ന് തോന്നുന്നു. യെസ്, കണ്ടോ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഒരു സിൽവർ ആ ഒരു ഷെയ്ഡാണ് വരുന്നത്. പിന്നെ മിസ് ക്ലെയറിൻ്റെ ഓയിൽ കൺട്രോൾ ടിഷ്യൂ എന്ന് പറഞ്ഞിട്ട് 50 ടിഷ്യൂസ് ഉണ്ട്. ലൈക്ക് നമ്മുടെ ഫേസ് ഒക്കെ കുറച്ച് ഓയിലി കോമ്പിനേഷൻ സ്കിൻ അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാർ വേണ്ടിയാണ് ഈ ഒരു ടിഷ്യൂ വന്നിട്ട്. ഇത് എക്സസ് ഓയിൽ, നമ്മുടെ ഫേസിലുള്ള എക്സസ് ഓയിൽ വൈപ്പ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഹായ് ഗായ്സ്, അപ്പം ഇന്ന് സെക്കൻഡ് ഡേ ആണ്. കുറച്ചധികം പ്രോഡക്ട്സ് വന്ന് ഇവിടെ ഇരിപ്പുണ്ട്. ഞാനെല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ എടുത്ത് കാണിക്കാൻ എളുപ്പമാണല്ലോ. നമുക്ക് എന്തിൽ നിന്ന് തുടങ്ങണം എന്ന് ഭയങ്കര ഒരു കൺഫ്യൂഷൻ, കാരണം ഇത്രയധികം പ്രോഡക്ട്സ് ഉണ്ട്. സെക്കൻഡ് ഡേ ആയതേ ഉള്ളൂ. സോ ഇനിയും ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം. അൺബോക്സ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. സോ ആദ്യം തന്നെ നമുക്ക് SPF നിന്ന് തുടങ്ങാം അല്ലേ. റെജിനാൾഡ് മെൻ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിനാണ്. മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ ആണ്. ടാനിങ്ങിൽ നിന്ന് ഹെൽപ്പ് ചെയ്യും, അതേപോലെ സ്കിൻ ബ്രൈറ്റൻ ആവാൻ ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റ് ടൈം മേടിച്ചത് ഓൾമോസ്റ്റ് തീരാറായിട്ടോ. ദാറ്റ് ഇസ് വൈ ഇത് ഓർഡർ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്കൊരു ലിക്വിഡ് എടുക്കാം. ലിപ് ഗ്ലോസ് എന്നൊക്കെ പറയുന്ന പോലെ ലാക്മിൻ്റെ പുതിയ ഒരു എഡിഷനാണ് ലിപ് ലിക്വിഡ് എന്ന് പറയുന്നത്. ലിപ് ലിക്വിഡ് പ്ലസ് ഹൈലറോണിക് ആസിഡ് എന്നാണ് പറയുന്നത്. ഇതൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. സോ ഇതാണ് ഈ ഒരു ഷെയ്ഡ് വന്നിട്ട്. അടുത്ത് നമുക്ക് അണ്ടർ ആം റോൾ ഓൺസ് നോക്കാം. സോ ഞാനിപ്പം കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബ്രാൻഡിനെ ഉണ്ടോ, MCafe എന്ന് പറഞ്ഞത്. ഓൾറെഡി ഒരെണ്ണം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓൾമോസ്റ്റ് തീരാറായി. അങ്ങനെയാണ് ഇത് പർച്ചേസ് ചെയ്തത്. ഇത് കൊള്ളാട്ടോ. പ്രിവെൻസ് ഡാർക്ക്നെസ്. റിഫ്രഷിങ് ഗ്രീൻ ടീ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. ഇത് ഭയങ്കര നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അങ്ങനെ എല്ലാ അണ്ടർ ആം ഞാൻ അത്യാവശ്യം കുറേ അണ്ടർ ആം റോൾ ഓൺസ് ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു ബ്രാൻഡും പിന്നെ കെമിസ്റ്റ് എപ്ലൈയുടെ ഇതാണ്. ഇത് തീർന്നതാണ് കേട്ടോ. ഇതാണ് ഞാൻ പുതുതായിട്ട് മേടിച്ചതാണ്, കെമിസ്റ്റ് അപ്ലൈഡ്. അതേപോലെ തന്നെ എനിക്ക് ഇതിൻ്റെ ഒരു സ്മെല്ലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് വന്നിട്ട് പീച്ച് ഫ്രേഗ്രൻസ് ആണ് കേട്ടോ. ഇത് അക്വ ഫ്രേഗ്രൻസും ഇത് പീച്ച് ഫ്രേഗ്രൻസും ആണ്. ബട്ട് ഇവരുടെ എല്ലാം അത്യാവശ്യം മൈൽഡ് ഫ്രേഗ്രൻസ് ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ തന്നെ ഊതിൻ്റെ ഉണ്ട്, പിന്നെ എനിക്കൊന്ന് വൈറ്റമിൻ സി, മാൻറ്റലിക് ആസിഡ് ഉണ്ട്. ഇതിൻ്റെ വേരിയൻസ് വരുന്ന എല്ലാം ഞാൻ ഓൾമോസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓർഡിനറിൻ്റെ ഗ്ലൈക്കലിക് ആസിഡ് ആണ്. സോ ഓൾറെഡി എൻ്റെ അടുത്തുണ്ട്. ഓൾമോസ്റ്റ് തീരാറായി. ഞാൻ പറഞ്ഞല്ലോ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് മേടിച്ചതാണ്. ഇത് 240 ml ആണ്. 90 ml ഉണ്ട്. അടുത്തത് നമുക്ക് വിഷ്ണു യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്. കുറച്ചൊരു ലാതേർഡ് ഫോർമുലയിലാണ് വരുന്നത്. സെറ്റഫിലിൻ്റെ ആണ്. വിഷ്ണുവിൻ്റെ കുറച്ചുകൂടി ഒരു ഓയിലി സ്കിൻ ആയതിനെ കൊണ്ട് ഓയിൽ കൺട്രോൾ ചെയ്യുന്ന
ആ ഒരു എക്സസ് ഓയിലിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ടാണ് ഈ ഒരു ഫേസ് വാഷ് അത്യാവശ്യം നല്ലതാണ്. ദിസ് ഇസ് ലൈക്ക് ദ സെക്കൻഡ് ബോട്ടിൽ. നെക്സ്റ്റ് നമുക്ക് ബോഡി ക്രീം, ബോഡി ലോഷൻ, ഫ്രേഗ്രൻസ് ഉള്ള കുറച്ച് ഐറ്റംസ് നമുക്ക് നോക്കാം അല്ലേ. ബെല്ല വീറ്റിന്റെ ഊദ് അല്ലെങ്കിൽ ബോഡി ലോഷനാണ്. അവരുടെ ലക്ഷറി കളക്ഷനിലെ ഒരു ഐറ്റമാണിത്. ആ ഒരു ഊദിന്റെ സ്മെൽ എനിക്ക് ഓൾറെഡി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് എനിക്ക് കുറച്ചായിട്ട് ട്രൈ ചെയ്യണം എന്നുണ്ട്. അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല കേട്ടോ. അറൗണ്ട് ഒരു 200, ഒരു 300 ആ ഒരു റേഞ്ച് കുറേ ആയിട്ട് വിഷ് ലിസ്റ്റിൽ ഇട്ടിരിക്കുകയായിരുന്നു. എപ്പോഴും വിട്ടുപോകും. അപ്പോൾ ഈ വട്ടം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഓക്കെ ഇത് എന്തായാലും മേടിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ മേടിച്ചൊരു ഐറ്റം. അതുപോലെ തന്നെ ഇതിന്റെ തന്നെ ഒരു ഡിയോഡ്രൻറ്റും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഡിയോഡ്രൻറ്റ് അപ്പോൾ തന്നെ വിഷ്ണു എടുത്തിട്ട് പോയി. ഊതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും കേട്ടോ. നെക്സ്റ്റ് കുറേ നാളത്തെ ആഗ്രഹമാണ് സോൾ ഡി ജനറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ അവരുടെ ബോഡി ബട്ടർ. ആദ്യം അവരുടെ കുറച്ച് ഈ സാമ്പിൾ പാക്ക് വരുമല്ലോ, അപ്പോൾ അതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ ഞാൻ മേടിച്ചതാണ് അവരുടെ. ഇത് വന്നിട്ടുണ്ട് ബ്രസീലിയൻ ബം ക്രീമാണ്. എന്നാൽ എനിക്ക് അതിൻ്റെ കൂടെ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ഇനി ഇതിന്റെ വേറൊരു വേരിയന്റ് ആണ് ഇത്. ഇതിന്റെ സ്മെല്ലാണ് കേട്ടോ കുറേയും കൂടി എനിക്ക് ഇഷ്ടമായത്. പല ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അവർ ഇത് ട്രൈ ചെയ്യുന്നത്. ഇവരുടെ ഒരു മിസ്റ്റ് ഉണ്ട്, ആക്ച്വലി ആ മിസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പൊ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്തിട്ട് വാവ് സ്മെൽസ് അമേസിങ്, വാവ് കഴിക്കാൻ തോന്നുന്നു, വാനിലയുടെ സ്മെൽ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഞാനിത് ഫസ്റ്റ് ട്രൈ ചെയ്തു, ഞാനിത് മേടിച്ചു. ഇതിന്റെ സാമ്പിൾ ഞാൻ മേടിച്ച് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടമായി. സ്മെൽ എനിക്ക് കഴിക്കാൻ തോന്നുന്ന ആ ഒരു യം ആയിട്ടുള്ള ആ ഒരു സ്മെല്ല് തന്നെയാണ്. പക്ഷേ എങ്കിൽ ഫ്രീബി ആയിട്ട് കിട്ടിയപ്പോൾ ഇത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഇതാണ് കുറച്ചുകൂടി ഇഷ്ടമായത്. ഇത് ഡെലീഷ്യ ഡ്രഞ്ച് ബോഡി ബട്ടറാണ്. ഇതാണ് എനിക്ക് കുറേയും കൂടി ഇഷ്ടമായത്. ഈ ഒരു പർപ്പിളോ വയലറ്റോ ഈ ഒരു ഷെയ്ഡിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ലിപ് കെയറിന് വേണ്ടിയിട്ടുള്ള നോക്കാം. ഇതാണ് മിനിമലിസ്റ്റിന്റെ ലിപ് കെയർ. ഐ ഷോ യു ഗൈസ് സംതിങ്. കണ്ടോ, ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ തീരുന്നതിന് മുന്നേ ഞാൻ റീസ്റ്റോക്ക് ചെയ്യാൻ മേടിച്ചതാണ്. അതിൽ നിന്ന് തന്നെ യു കുഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് എഫക്റ്റീവ് ദിസ് ഈസ്. പിഗ്മെന്റഡ് ആയിട്ടുള്ള ഡാർക്ക് ലിപ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണ്. മിനിമലിസ്റ്റിന്റെ അത്യാവശ്യം കുറേ പ്രൊഡക്ട്സ് ഇവിടെ വിഷ്ണു യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടാണ് തോന്നിയത്. ഓർഡിനറിൻ്റെ ഒക്കെ ഒരു സെയിം ഒരു ലൈൻ പോലെ എനിക്ക് തോന്നിയത്. ഓർഡിനറി കുറച്ചുകൂടെ ഒരു എക്സ്പെൻസീവ് ടൈപ്പ്, ഇത് കുറച്ചൊരു അഫോർഡബിൾ റേഞ്ചിൽ വരുന്നു. ഇന്ത്യൻ ഇതായിട്ട് എനിക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് കാണാം അല്ലേ. അപ്പോൾ വെറ്റ് ആൻഡ് വൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഐ ഷാഡോ പാലറ്റ്. അപ്പം ആനിമൽ ക്രൂവൽറ്റി ഫ്രീ ആണ്. ഒരുപാട് ഡാർക്ക് അങ്ങനെ ഇല്ല. എല്ലാത്തിനെയും കൂടെ പോകുന്ന കുറച്ച് കളേഴ്സായിട്ട് എനിക്ക് തോന്നി. എൻ്റെ ലൈഫിൽ എൻ്റെ അടുത്തുള്ള പാലറ്റ്സ്, ഐ ഷാഡോ പാലറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ പാലറ്റ്സ് ആൻഡ് അത് ഞാൻ യൂസും ചെയ്യില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഐ തോട്ട് ഐ ഗോ ഫോർ എ സ്മോളർ വൺ. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ മേബ്ലിൻ്റെ. ഞാൻ ഓൾറെഡി മേബ്ലിൻ്റെ വലിയൊരു ഫാനാണ്. അപ്പോൾ മേബ്ലിൻ്റെ പല പ്രോഡക്ട്സും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ ടാറ്റു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈൻ ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. ഇതിൽ കാജൽ വരുന്നുണ്ട്, ഐബ്രോ പെൻസിൽ വരുന്നുണ്ട്, ഐബ്രോ ജെൽ വരുന്നുണ്ട്. സോ ഐബ്രോ ജെൽ ഓൾറെഡി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ബ്രൗൺ കളർ I'll show you guys. എക്സസ് ആയിട്ടുള്ളത് നമുക്ക് വൈപ്പ് ചെയ്യാം. ടിഷ്യൂ വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. ലൈക്ക് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ് ആൻഡ് ഐ റിയലി ലവ് ദിസ് പ്രോഡക്റ്റ്. അടുത്ത ഒരു ഇൻസൈറ്റിന്റെ ബ്ലഷ് ആണ് കേട്ടോ. ബ്ലഷ് പാലറ്റ് ആണ്. ഈ ഒരു 4 ഷെയ്ഡാണ് വരുന്നത്. ഈ ഒരു 4 ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഇത് ഈ ഒരു ബോക്സ് തന്നെ ഈ ഒരു പാലറ്റിന്റെ ഒരു ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ. അത്യാവശ്യം വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്ലോ ബ്ലഷർ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഹൈലൈറ്ററിന്റെ ആ ഒരു ഫീലും ഉണ്ട്. വേറെ എന്തോ ഒരു ഹൈ എൻഡ് പ്രോഡക്റ്റ് മേടിക്കുന്ന പോലെ ഉണ്ട്. ഇൻസൈറ്റ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൈൻഡ് ഓഫ് ലൈക്ക് ഈയിടെയായിട്ട് ഞാൻ അവരുടെ കുറേ പ്രോഡക്ട്സ് ഞാൻ ട്രൈ ചെയ്തതെല്ലാം എനിക്ക് ഓൾമോസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഓൾദോ ഭയങ്കര അഫോർഡബിൾ ആണ്. 200, 100 ആൻഡ് സംതിങ് 200, 300 റേഞ്ച് ഒക്കെ ഉണ്ടെങ്കിലും അവരുടെ ആ ഒരു ക്വാളിറ്റി ആണെങ്കിലും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫോർമുലേഷൻ ആണെങ്കിലും ആ ഒരു ക്വാളിറ്റി ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നെക്സ്റ്റ് മേക്കപ്പ് റെവല്യൂഷൻ. മേക്കപ്പ് റെവല്യൂഷൻ ലണ്ടൻ്റെ വലിയൊരു ഫാനാണ് കേട്ടോ ഞാൻ. അവരുടെ ഈ ഒരു കളർ കറക്റ്റർ പാലറ്റ് ആണ്. ഇത്രയും കളർ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. കളർ കറക്റ്ററാണ്. സോ ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ച് എന്താണ് നിങ്ങളുടെ ആ ഒരു കൺസേൺ, ലൈക്ക് ഡാർക്ക്നെസ് ആണെങ്കിൽ യുനോ ഓറഞ്ച് ഷെയ്ഡ് അല്ലെങ്കിൽ ബ്രോൺസർ ആയിട്ട് മേ ബി ആ ബ്രൗൺ യൂസ് ചെയ്യാം. ലൈറ്റ് ഓഫ് ആക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി. സോ നെക്സ്റ്റ് നമ്മളൊരു ബ്ലഷ്. ദീസ് ഡേയ്സ് ഐ എം ജസ്റ്റ് ഒബ്സെസ്ഡ് വിത്ത് ദം കേട്ടോ. എനിക്ക് ബ്ലഷ് എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് നോ എനിക്ക് ബ്ലഷ് ബ്ലൈൻഡ്നെസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ, ഐ ഡോണ്ട് യൂസ് ഇറ്റ് ദാറ്റ് മച്ച് ആൻഡ് ഓൾ. ബട്ട് മേടിക്കാനായിട്ടൊക്കെ ആണെങ്കിൽ ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് എന്താണെന്നറിയില്ല. ഷീ ഗ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ട് കേട്ടോ. ഇത് ടിറയിൽ അവൈലബിൾ ആണ്. ഞാൻ ടിറയിലാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്. അവരുടെ കളർ ബ്ലൂം ലിക്വിഡ് ബ്ലഷ് ആണ് ഇത്. മഷ്റൂം മോഡലായിരിക്കും. ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഈ സെയിം പ്രോഡക്റ്റിന്റെ ഏതോ ഒരു ഇന്ത്യൻ ഓൾട്ടർനേറ്റ് ഉണ്ട്. അത് സ്വിസ് ബ്യൂട്ടി ആണോ ഇൻസൈറ്റ് ആണോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ബട്ട് സെയിം പാക്കേജിംഗ് ആണ് കേട്ടോ. ആൻഡ് അതേപോലെ തന്നെ ഫോർമുലേഷനും ഏതാണ്ടൊക്കെ സെയിം തന്നെയാണ്. പല ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് സീ ഓക്കെ, ദിസ് ഹൗ ഇറ്റ് ലുക്സ്. ആൻഡ് സീ ഒരു നാച്ചുറൽ ഷെയ്ഡ് അല്ലേ. ഒരു
ഐ തിങ്ക് ഐ മൈറ്റ് ഹാവ് ബ്ലഷ് ബ്ലൈൻഡ്നെസ് ഗൈസ്. എനിക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല എത്ര ഇട്ടാലും. ഓക്കെ, വാവ്, ഭയങ്കര മറ്റേ മിനിമലിസ്റ്റിക് കൈൻഡ് ഓഫ് ലൈക്ക് മേക്കപ്പ് ഒന്നും വേണ്ടാത്തൊരു നോ മേക്കപ്പ് ലുക്ക് നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ഇതിൽ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോപ്രായം മൊത്തം കാണിച്ചത്. മിറർ ഇല്ല, ബ്രഷ് ഇല്ല, ഒന്നുമില്ല. സ്റ്റിൽ ഞാൻ എങ്ങനെയൊക്കെയോ ചെയ്തതാണ്. ഐ തിങ്ക് ഐ മൈറ്റ് ഹാവ് ബ്ലഷ് ബ്ലൈൻഡ്നെസ് ഗൈസ്. ഡിഡ് യു ഗൈസ് ലൈക്ക് ഇറ്റ്? ടെൽ മീ. ഓക്കെ, ഐ ഡെഫിനറ്റ്ലി ലൈക്ക് ഇറ്റ്. അടുത്ത നമുക്ക് 2 ടോണേഴ്സ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം ടോണി മോളി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ അവരുടെ വണ്ടർ സ്കിൻ ഒരു ടോണർ ഉണ്ട്. വണ്ടർ സ്കിൻ എന്ന് പറഞ്ഞിട്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോണി മോളിന്റെ റൈസ് സ്മൂത്തിങ് ടോണർ ആണ് കേട്ടോ. ഇത് 200 ml ആണ് കേട്ടോ. കൊറിയൻ ബ്രാൻഡ് ആണ് കേട്ടോ. തന്നെ ഐ ഹാവ് ദിസ് അനദർ ടോണർ വിത്ത് മീ വിച്ച് ഇസ് 500 ml. ഓക്കെ, ഇത് ഞാൻ ഓപ്പൺ കൂടി ചെയ്തിട്ടില്ല. എന്നിട്ട് സെറമൈഡ് മോച്ചി ടോണർ ആണ്. അപ്പോൾ ഇത് ഞാൻ മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ അങ്ങനെ മേടിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഐ സോ ദാറ്റ് വൺ. അപ്പോൾ ഞാൻ കരുതി ഓക്കെ 500 ml ആകുമ്പോൾ കുറേ നാൾ യൂസ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഐ വാസ് ലൈക്ക് ഞാൻ അതിനെപ്പറ്റി റിസർച്ച് ചെയ്തപ്പോൾ ഐ സോ ലോട്ട്സ് ഓഫ് വീഡിയോസ്. ഇതിനെക്കാട്ടിലും ബെറ്റർ പ്രോഡക്റ്റ്, ഇതും അടിപൊളിയാണ്, ബട്ട് ഇതിനൊക്കെ കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അതെന്ന് കേട്ടു. സോ ഐ വാസ് ലൈക്ക് ഓക്കെ ഒന്ന് ട്രൈ ചെയ്യണം എന്ന് കരുതിയിട്ട് അങ്ങനെയാണ് ഞാൻ ഇത് രണ്ടും എൻ്റെ പർച്ചേസിങ്. സോ സോഫ്റ്റ് ഓൺ സ്കിൻ, സൂപ്പർ അബ്സോർബിങ് ആണ് കേട്ടോ. ലൈക്ക് പെട്ടെന്ന് തന്നെ ഇറ്റ്സ് ദാറ്റ് ഈസി, ദാറ്റ് ക്വിക്ക് ആയിട്ട് അബ്സോർബ് ചെയ്യും നമ്മുടെ സ്കിൻ. ഇനി ഒരു 5-6 പ്രോഡക്ട്സുകളുണ്ട്, പക്ഷേ ഈ 6 പ്രോഡക്ട്സും ഹെയർ കെയർ പ്രോഡക്ട്സ് ആണ് കേട്ടോ. അതാണ്. സോ ഫസ്റ്റ് നമുക്ക് കോമ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ആക്ച്വലി ഈ ഒരു കോമ്പ് വേണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇത് എനിക്കൊന്ന് മറ്റേ വീഗ ആ ഒരു ബ്രാൻഡിൻ്റെതാണ്. നമ്മുടെ മുടിയിൽ ഉടക്കൊക്കെ കളയാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. മുടിക്കും ഒരുപാട് ഡാമേജ് ഉണ്ടാക്കില്ല മറ്റേ ബ്രഷസിനെ പോലെ. സോ ദാറ്റ്സ് ദ റീസൺ വൈ ഐ ബോട്ട് ദിസ്. ഇതിന് ബിലോ 100 rupees ആണ് കേട്ടോ. 80 rupees 90 rupees അത്രയും എന്തോ എന്നാണ് ഞാൻ മേടിച്ചത്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് കാണിച്ചു തരാം. ഫസ്റ്റ്, ബെയർ അനാറ്റമീൻ്റെ ഈ ഒരു റോസ്മേരി റൈസ് വാട്ടർ ഹെയർ ഗ്രോത്ത് സിറം. ഇത് പുതിയതാണ്. ഐ ഷോ യു ഗൈസ് സംതിങ്. കണ്ടോ, ഇതെൻ്റെ ഫസ്റ്റ് ബോട്ടിലാണ്. ഇത് ഇത്രയായി 1 month ഞാൻ യൂസ് ചെയ്തില്ല കണ്ടിന്യൂസ്. ഞാൻ ആദ്യം ഇത് എനിക്ക് വർക്ക് ആവുമെന്ന് അറിയില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനിത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. 1 month ആയിട്ടേ ഉള്ളൂ. ഞാൻ 1.5 മാസമായി ഞാനിത് പർച്ചേസ് ചെയ്തിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു 2 to 3 weeks ആയിട്ട് കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഹെയറിൽ ഉണ്ടായ ചേഞ്ചസ് ലൈക്ക് വരുന്നുണ്ടാവും. വെരി റീസെൻ്റ്ലി ആണ് ഞാൻ എൻ്റെ ഹെയർ ഒക്കെ സ്ട്രെയിറ്റൻ ആക്കിയത്. ഇതിലും വലിയ തെളിവ് എന്താണ്? കേളി ഹെയർ, എൻ്റെ മുടി സ്ട്രെയിറ്റ് ആക്കിയത് ഇവിടം തൊട്ട് ഇവിടം വരെ റീസെൻ്റ് ആയിട്ടാണ് സ്ട്രെയിറ്റ് ചെയ്തത് എൻ്റെ ഹെയർ കേട്ടോ. വെരി റീസെൻ്റ്ലി ഐ സ്ട്രെയിറ്റൻഡ് മൈ ഹെയർ. ആൻഡ് നോക്ക്, ഇവിടെ നിന്ന് ഇവിടം വരെ അതിനകത്ത് ഹെയർ ഗ്രോത്ത് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഹെയർ ഗ്രോത്ത് ഉള്ളൊരു മുടിയല്ല കേട്ടോ. എൻ്റെ കുറേ കൂടി സിൽക്കി ആയിട്ടുള്ള, അത് ഒട്ടും കട്ടിയില്ലാത്ത ഭയങ്കര ഹെയർ തിന്നിങ് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ലുക്ക്, ഇവിടെ ഒന്നും എനിക്ക് മുടിയൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ. ബട്ട് ലുക്ക്, ഇപ്പം ഒരുപാട് ബേബി ഹെയർസ് ഉണ്ട് എനിക്ക്. ഞാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു റോസ്മേരിൻ്റെ ഹെയർ ഗ്രോത്ത് സെറമാണ്. വിഷ് കെയറിൻ്റെയും ഇതേപോലെ ഒരു റോസ്മേരി ഹെയർ ഗ്രോത്ത് സിറം കോൺസെൻട്രേറ്റ് ഉണ്ട്. ഇതിൽ എന്തൊക്കെയോ ബയോട്ടിൻ, റോസ്മേരി, റൈസ് വാട്ടർ, അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് ഗൈസ്. ഈ 2 ഐറ്റം വിഷ് കെയർ ഞാൻ വന്നിട്ട് വീക്ക്ലി 2-3 times അങ്ങനെ യൂസ് ചെയ്യുള്ളൂ. ഇത് സ്പ്രേ ആണ്, വാട്ടർ ആണ്. ഇത് കുറച്ചും കൂടി ഒരു സിറം ബേസ്ഡ്, ഒരു ഓയിൽ എന്ന് പറയുന്നത്, എന്നാലും കുറച്ചുകൂടെ തിക്ക് കൺസിസ്റ്റൻസിയാണ്. ഹെയർ പെട്ടെന്ന് ഗ്രീസി ആവും. വിഷ് കെയറിന്റെ സിറം മേടിച്ചപ്പോഴത്തേക്ക് ഫ്രീബി ആയിട്ട് കിട്ടിയത്. ബട്ട് ഇതെന്ന് പറഞ്ഞാൽ വാട്ടറിലേക്കാണ് കേട്ടോ. വാട്ടർ സ്പ്രേ ഒക്കെ ചെയ്യുന്ന പോലെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് നൈറ്റ് യൂസ് ചെയ്തിട്ട് കിടന്നുറങ്ങാം. നോ പ്രോബ്സ് ഗൈസ്. നെക്സ്റ്റ്, ഞാനിപ്പം കറന്റ് യൂസ് ചെയ്യുന്ന ഷാംപൂ കണ്ടീഷണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഈ ഒരു ബെയർ അനാറ്റമീന്റെ ഷാംപൂ ആൻഡ് കണ്ടീഷണർ ആണ് ഞാൻ ഇപ്പോൾ കറന്റ് യൂസ് ചെയ്യുന്നത്. ഒരു 2 to 3 months ആയിട്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ പ്ലിക്സിന്റെ ഈ ഒരു റോസ്മേരി ആന്റി ഹെയർ ഫോൾ ഷാമ്പൂവും സെയിം ഇതിന്റെ വേരിയന്റിൽ വരുന്ന തന്നെ കണ്ടീഷണറും വിഷ്ണുവിന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണുവിന് ആക്ച്വലി നല്ല ഹെയർ ഫോൾ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ്സ് ദ റീസൺ വൈ ഞാൻ ഇത് മേടിച്ചത്. ബട്ട് ഒത്തിരി എഫക്റ്റീവ് ആയിട്ടോ. ആൻഡ് അതുകൊണ്ടാണ് ഞാനിത് പുതുതായിട്ട് ഒന്നുകൂടെ മേടിച്ചത്. ഓൾറെഡി എൻ്റെ അടുത്ത് ഉണ്ട്. ഐ ഷോ യു ഗൈസ്. പിന്നെ അതേപോലെ തന്നെ അരാട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഇതും ഉണ്ട്. ഹെയർ ഫോളിന് തന്നെ ബെസ്റ്റ് ആയിട്ടുള്ളതാണ് അരാട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡ്. ഹെയർ ഫോൾ ഡിഫൻസ് അനിയൻ ഷാംപൂ ആണ്. ഇതും റെഡ്യൂസസ് ഹെയർ ഫോൾ, ഹെൽപ്പ് സ്ട്രെങ്തൻ ആൻഡ് സ്മൂത്തൻ ഹെയർ. ഇതിലുള്ളതും ആപ്പിൾ സൈഡർ വിനേഗർ, അനിയൻ ഓയിൽ, റൈസ് വാട്ടർ, അലോവേര. ഇതാണ് ഇതിലത്തെ ഇൻഗ്രീഡിയൻസ്. ഷാംപൂ ആൻഡ് കണ്ടീഷണർ ആണ് കേട്ടോ. മിന്ത്രയിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. ബയോഡെർമയുടെ ഈ ഒരു നറിഷിംഗ് മോയ്സ്ചറൈസിംഗ് ക്രീം മുന്നേ കാണിക്കാൻ ഞാൻ വിട്ടുപോയാണ്. നമ്മളുടെ വീഡിയോ ഓൾമോസ്റ്റ് എൻഡ് എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, എൻ്റെ വൈൽഡിൻ്റെ ചമ്പി ഹെയർ ഓയിൽ. അതിൻ്റെ 50 ml ആണ്, 100 ml ഉണ്ട്. സോ ഇത് ഞാൻ വെരി ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഓപ്പൺ കൂടി ചെയ്തിട്ടില്ല ഞാൻ.
1000 റേഞ്ചിലാണെങ്കിലും ഇറ്റ് വർക്ക്സ്. ഒരുപാട് പേർക്ക് ഇത് വർക്ക് ആയിട്ടുണ്ട്. ഒരുപാട് പേര് ഹെയർ പ്രോഡക്ട്സ് കാണിക്കുമ്പോൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. ഹെയർ ഗ്രോത്ത് ഓയിലാണ്. എന്തായാലും ഞാൻ ഇത് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. സോ ദാറ്റ്സ് ഗൈസ്. അപ്പം ഇന്നത്തെ പ്രോഡക്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. 3rd ഡേയിലത്തേക്ക് വേണ്ടി ഞാനും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. പ്രോഡക്ട്സ് വരുന്നു, അൺബോക്സ് ചെയ്യുന്നു, നോക്കുന്നു. എന്തൊരു സന്തോഷം. പൈസ പോകുന്നു എന്ന് അറിയുമ്പോഴത്തേക്കുള്ള ഒരു വിഷമമുണ്ട് ഗൈസ്. പക്ഷേ ആ ഒരു അൺബോക്സിങ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് ഇറ്റ്സ് ലൈക്ക് തെറാപ്പി. ലൈക്ക് പല ആൾക്കാർക്ക് പല രീതിയിലാണല്ലോ. ഫോർ മീ ഷോപ്പിംഗ് മേക്സ് മീ ഹാപ്പി. എനിക്ക് എത്ര വിഷമമുണ്ടെങ്കിലും ഷോപ്പിംഗ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ ഒരു മോശം സിറ്റുവേഷനിൽ നിന്ന് എന്നെ പുറത്ത് കൊണ്ടുവരാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഷോപ്പിംഗ് ആണ്. ഞാൻ അൺഎംപ്ലോയിഡ് ആണല്ലോ. ആ ഒരു റീസൺ കാരണം അങ്ങനെ എനിക്ക് എപ്പോഴും തോന്നുന്നതൊക്കെ മേടിക്കാനായിട്ടൊന്നും എനിക്ക് പറ്റിയെന്ന് വരില്ല. ഇതേപോലെ കുറേ നാൾ സേവിങ്സ് ഒക്കെ ചെയ്ത് സേവ് അപ്പ് ചെയ്തായിരിക്കും ഇതേപോലെ കുറേ ഐറ്റംസ് ഒക്കെ ഞാൻ മേടിക്കുന്നത്. അപ്പം അങ്ങനെ എനിക്കൊന്നും മേടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ മറ്റുള്ളവരുടെ അൺബോക്സിങ് വീഡിയോസ് കണ്ട് സന്തോഷം ആയിട്ടിരിക്കും കേട്ടോ. സോ ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്കും ഒരുപാട് സന്തോഷം കൊണ്ടുവരും. ഈ പ്രോഡക്ട്സ് ഒക്കെ കണ്ട് നിങ്ങളും സന്തോഷമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മളുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ.